ഭരണഘടനയും ഫെഡറലിസവും പോലീസുമാണ്. 1947 നമ്മളൊരു രാജ്യമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് 50-ൽ നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഒരു കളിയിൽ ഒരു പകുതിയിൽ വെച്ച് കളിക്കളം വിട്ട് ഒരു വിഭാഗം ഇന്ത്യക്ക് വെളിയിലേക്ക് പോവുകയും ബാക്കിയുള്ള കളി ഇന്ത്യക്കാരെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടപടി മാത്രമാണ് 47-ൽ നടന്നിരിക്കുന്നത്. 47 വരെയുള്ള ഈ കളിയിലെ ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ ഈ കളിയിലെ ഗെയിം നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ റൂൾസ് നോക്കിക്കഴിഞ്ഞാൽ, ആ റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവൻ ഒരു പ്രത്യേക ഉദ്ദേശത്തിനാണ്. അത് വൈദേശികാധിപത്യം ഇന്ത്യക്കാരെ എങ്ങനെ ചട്ടം പഠിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെ ആസ്പദമാക്കിയാണ്. 1947 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിയമങ്ങളൊന്നും ഒരാളെ പൗരനായി കണ്ടുകൊണ്ടുണ്ടാക്കിയ നിയമങ്ങളല്ല, മറിച്ച് ഒരാളെ ഒരു പ്രജയായി കണ്ടുകൊണ്ടുണ്ടാക്കിയ നിയമമാണ്. പ്രജയിൽ നിന്ന് പൗരനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് വാസ്തവത്തിൽ 47 ഓഗസ്റ്റ് 15-നും 1950 ജനുവരി 26-നും ഇടയിൽ സംഭവിച്ചത്. ഇത് നമ്മുടെ ജനാധിപത്യത്തിൽ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നേരത്തെ ശ്രീ ജോണി ലൂക്കോസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിന്ന് മറ്റുള്ളവർ എല്ലാം ചെയ്യട്ടെ എന്ന് ആരോപിക്കുന്ന, എല്ലാം ചെയ്ത് കിട്ടട്ടെ എന്ന് ആരോപിക്കുന്ന ഒരു കാലത്ത് നമ്മളിപ്പോഴും പ്രജയിൽ നിൽക്കുകയാണ്. നമ്മൾ പൗരനിലേക്ക് നടന്നു തുടങ്ങിയിട്ടില്ല. അവിടെയാണ് ഭരണഘടനയുടെ പ്രസക്തി. ഭരണഘടന ഉണ്ടാക്കുന്ന വേളയിൽ ഏറ്റവും കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടത് അധികാരം എങ്ങനെ വിഭജിക്കാം എന്നതാണ്. എന്തിനാണ് അധികാരം എങ്ങനെ വിഭജിക്കണം എന്നതിനെ പറ്റി ഇത്ര സമഗ്രമായി ചർച്ച നടത്തുന്നത്? ഇത് ആരെങ്കിലും എടുത്ത് ദുരുപയോഗിച്ചാൽ ഈ സിസ്റ്റം ഒന്നാകെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇതെങ്ങനെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ ചില ഏരിയകളിൽ സെൻട്രലൈസ്ഡ് ആയിട്ട് നടപ്പാക്കാം എന്നതിനെ സംബന്ധിച്ചായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. പോലീസിംഗ് എന്നത് അതുവരെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിൽ പോലീസിംഗ് നടപ്പാക്കിയിരുന്നത് 1861 പോലീസ് ആക്ട് പ്രകാരമാണ്. 1861 പോലീസ് ആക്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം ഇന്ത്യക്കാരെ ഒരു പ്രജയായി കണ്ടുകൊണ്ട് അവരെ നേരിടുന്നതിന് പോലീസ് എന്ന സേനയെ ഭരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. അതിനകത്ത് ട്രാൻസ്പാരൻസി ഇല്ല. അതിനകത്ത് ഒരാളെ പൗരനായിട്ട് കണ്ട് അയാളുടെ മനുഷ്യാവകാശങ്ങൾ അംഗീകരിക്കുന്നില്ല. പോലീസ് സേന എന്ന് പറയുന്നത് ഒരു കൂലിപ്പട്ടാളം പോലെ ഒരു അച്ചടക്ക സമിതിയായിട്ട് അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു സമിതിയാണ്. അവിടെ നിന്ന് ഒരു റിഫോംസ് ഉണ്ടാകുമ്പോൾ ഭരണഘടന ഏറ്റവും പ്രധാനമായി മുമ്പോട്ട് വെച്ചൊരു ആർട്ടിക്കിൾ, പലപ്പോഴും പല സ്ഥലത്തും നമ്മൾ വേണ്ടത്ര പരിഗണന കൊടുക്കാത്ത ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 13 ആർട്ടിക്കിൾ 13 പ്രകാരമാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടാക്കിയ ഇന്ത്യയിലെ നിയമങ്ങളെല്ലാം തന്നെ, അതിൽ ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് നിരക്കാത്ത ഒരു നിയമവും ഇന്ത്യയിൽ നാളെ മുതൽ ഉണ്ടായിരിക്കുന്നതല്ല, അത് അസ്ഥിരപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. അതിനുശേഷം പറയുന്നു, നാളെ ഏതെങ്കിലും നിയമം ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി നിർമ്മിച്ചാൽ അത് ജുഡീഷ്യറിക്ക് റദ്ദാക്കാനുള്ള അധികാരവും ഉണ്ടായിരിക്കുന്നു പറയുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ പോലീസ് ആക്റ്റൊക്കെ പിറ്റേ ദിവസം പോകണം. അങ്ങനെയാണ് ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ചയുണ്ടായത്. എങ്ങനെയാണ് പോലീസിംഗ് ഇന്ത്യയിൽ നടപ്പാക്കാൻ കഴിയുക? അതിനകത്ത് പ്രധാനപ്പെട്ട ചർച്ച KT ഷാ എന്ന് പറയുന്ന ഒരാൾ ഉന്നയിച്ചൊരു ചർച്ച, ഇത് കൺകറന്റ് ലിസ്റ്റിൽ കൊണ്ടുവരണം. കാരണം പോലീസിംഗ് എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളും ചെയ്താൽ മാത്രം പോരാ, അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അതിൻ്റെ കോർഡിനേഷനും ഒക്കെ നടത്തേണ്ടി വരും. കാരണം ഒരു സംസ്ഥാനത്തിന് വെളിയിൽ ക്രൈം അന്വേഷിക്കാനും പോകാനും അന്വേഷണത്തിൻ്റെ കോർഡിനേഷൻ നടത്താനും വേണ്ടി വന്നാൽ പോകേണ്ടതുള്ളതുകൊണ്ട് അതിനൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫർട്ട് യൂണിയൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് ഇത് കൺകറന്റ് ലിസ്റ്റിൽ പെടുത്തേണ്ടതാണെന്നൊരു അഭിപ്രായം പറയുകയുണ്ടായി. എന്നാൽ അസന്നിഗ്ധമായി ഡോക്ടർ BR അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഭാഗമായി അദ്ദേഹം മുന്നോട്ട് വെച്ച വാദം എന്ന് പറയുന്നത്, പോലീസിംഗ് എന്നത് അതത് പ്രദേശത്തുള്ള ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ക്രൈം അന്വേഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം പ്രാദേശികമായ ജനങ്ങളോടും പ്രാദേശികമായ ഭരണകൂടങ്ങളോടുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് ഇതിനെ മാറ്റാൻ കഴിയില്ല എന്ന് പറയുകയുണ്ടായി. അതിനാണ് ഭൂരിപക്ഷം കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭരണഘടനയിലെ 7ാം ഷെഡ്യൂളിൽ സ്റ്റേറ്റ് ലിസ്റ്റെന്നും യൂണിയൻ ലിസ്റ്റെന്നും കൺകറന്റ് ലിസ്റ്റെന്നും പറഞ്ഞിരിക്കുന്നതിനകത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ 2ാമത്തെ എൻട്രിയായി പോലീസിംഗ് വരുന്നത് അവിടെയാണ്. പക്ഷേ CRPC മുതൽ IPC മുതലുള്ള എങ്ങനെയാണ് ക്രിമിനൽ നടപടി ഇന്ത്യയിൽ നടപ്പാക്കേണ്ടത്, എങ്ങനെയാണ് ക്രിമിനൽ നിയമങ്ങൾ, പീനൽ കോഡുകൾ നടപ്പാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് യൂണിയൻ ലിസ്റ്റിലുള്ള 10ഉം 11ഉം എൻട്രികൾ പറയുന്നത് കൊണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ തരത്തിലുള്ള ക്രിമിനൽ നിയമവും നടപടിയും ഫോളോ ചെയ്യുമ്പോഴും പോലീസിൻ്റെ അധികാരം പൂർണ്ണമായി സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അടുത്ത വാക്കെന്ന് പറയുന്നത് ഫെഡറലിസം ആണ്. നമ്മൾ ധാരാളമായി കേൾക്കുന്ന ഒരു വാക്കാണ് ഫെഡറലിസം. ഫെഡറലിസം എന്ന വാക്ക് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി ചിലപ്പോൾ മനസ്സിലാക്കാറില്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതിനും ഏതാണ്ട് 3 നൂറ്റാണ്ട് മുമ്പ്
648 ജർമ്മനിയിലെ വെസ്റ്റ്ഫാലിയയിൽ വെച്ച് 30 വർഷത്തെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് വെസ്റ്റ്ഫാലിയ സമാധാന കരാർ ഒപ്പിടുന്നത്. വെസ്റ്റ്ഫാലിയ സമാധാന കരാറിലാണ് ആദ്യമായിട്ട് ഫെഡറലിസം എന്ന വാക്ക് കടന്നു വരുന്നത്. ഞാൻ ഇപ്രാവശ്യം ജർമ്മനിയിൽ പോയപ്പോൾ ഈ വെസ്റ്റ്ഫാലിയ നഗരത്തിൽ പോവുകയും അവിടുത്തെ പള്ളിയുടെ മുമ്പിൽ പോയി അവിടെ ഈ കരാർ ഒപ്പിട്ടിരിക്കുന്ന കരാറിൻ്റെ മ്യൂസിയം സന്ദർശിക്കുകയും ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു നഗരത്തിലെ ഏതാണ്ട് 80% ആളുകളെയും മതവും അധികാര സ്ഥാപനവും തമ്മിലുള്ള തർക്കത്തിൽ കൊന്നുകളയുകയും ഓരോ വീട്ടിലും കൊല്ലപ്പെട്ട ഒരു മനുഷ്യൻ ഉണ്ടാവുകയും ചെയ്തത്ര വലിയ യുദ്ധം, 30 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന യുദ്ധം അവിടെ നടന്നതിന് ശേഷമാണ് പള്ളിയുടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിനകത്ത് നിന്ന് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അധികാരം വേണം, സ്റ്റേറ്റുകൾക്ക് സ്വതന്ത്ര പരമാധികാരം അവരുടെ ടെറിട്ടറിക്കകത്ത് ഉണ്ടാവണം, എസ്പെഷ്യലി ലോ ആൻഡ് ഓർഡറിനകത്ത് ഉണ്ടാവണം എന്ന വാദം മുന്നോട്ട് വരികയും ലോകത്ത് തന്നെ ആദ്യമായി ഫെഡറൽ തത്വങ്ങൾ പിറവിയെടുക്കുകയും ചെയ്തു. അതാണ് പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് നിദാനമായി തീർന്നത്. ഇത് ഒരു സുപ്രഭാതത്തിൽ മാറിക്കൂടാ എന്നില്ല. അവിടെയാണ് ഫെഡറൽ തത്വങ്ങളിലേക്കുള്ള കടന്നുകയറ്റം നമ്മൾ കാണേണ്ടത്. ഇതിപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇതിൻ്റെ ചില അംശങ്ങൾ സെൻട്രൽ ലിസ്റ്റിലേക്ക് പതുക്കെ പതുക്കെ പോയിക്കൂടായില്ല. അപ്പോൾ എങ്ങനെയാണ് പോലീസിങ്ങിൻ്റെ ഭരണം എന്നൊക്കെ മാറാൻ സാധ്യതയുണ്ട്. കാരണം ഫെഡറലിസത്തിൽ പ്രധാനമായി നമ്മൾ കാണുന്നു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കടന്നുകയറ്റം ഓരോ സ്റ്റേറ്റ് എൻട്രികളിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേഷനിൽ അത് വന്നു കഴിഞ്ഞു. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഇന്ത്യയെ നമ്മൾ പറയുന്നത്. ആർട്ടിക്കിൾ 1 പറയുന്നു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അത് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എന്ന് ഡെയിലി പറയുമെങ്കിലും യൂണിയൻ ഗവൺമെൻറ്റാണ്. എന്തുകൊണ്ടാണ് അതിനെ യൂണിയൻ ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്? കാരണം ഇത് സ്റ്റേറ്റുകളുടെ യൂണിയനാണ് പരമാധികാരം. പാർലമെന്റിൽ തന്നെ നമ്മൾ അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ഉണ്ട്, രാജ്യസഭ. ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ആണ് ലോക്സഭ. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന ആളുകൾ പോകുന്നത് ലോവർ ഹൗസിലേക്കാണ്. അപ്പർ ഹൗസിലേക്ക് പോകുന്ന ആരാണ്? സ്റ്റേറ്റുകളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ നമ്മുടെ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ പ്രതിനിധികളാണ്. 240-ലധികം ആളുകൾ രാജ്യസഭയിലേക്കാണ് പോകുന്നത്. രാജ്യസഭ പാസ്സാക്കുമ്പോൾ മാത്രമാണ് ഒരു മണി ബിൽ അല്ലാത്ത ബില്ലുകളെല്ലാം പാർലമെന്റിൽ പാസ്സാവുന്നത്. കാരണം സ്റ്റേറ്റുകളുടെ റെപ്രസെൻറ്റേഷനാണ് പാർലമെന്റിൽ ലോക്സഭയേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി കാണുന്നത്. അംഗബലം ലോക്സഭയ്ക്കാണ് കൂടുതലെങ്കിലും ഈ സ്റ്റേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള യൂണിയൻ ഗവൺമെൻറ്റാണ് ഇതിനകത്ത് അധികാര കടന്നുകയറ്റത്തിലേക്ക് ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, ലോ ആൻഡ് ഓർഡർ എല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിലാണെന്ന് പറയുമ്പോഴും NIA ആക്ട് നമ്മുടെ മുമ്പിലുണ്ട്. ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം PMLA ആക്ടിൻ്റെ രൂപത്തിൽ അത് വരുന്നുണ്ട്. CBI ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ ഭാഗമായിട്ട് CBI നിലവിലുണ്ട്. CBIക്കകത്ത് സെക്ഷൻ 6 കൃത്യമായിട്ട് പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം കൂടാതെ ഒരു സംസ്ഥാന സർക്കാരിലേക്കും CBIക്ക് കടന്നു കയറാൻ കഴിയില്ല. എന്നാൽ NIAക്ക് അത്തരം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിൽ, അധികാരമാണെങ്കിൽ എങ്ങനെയാണ് NIA ആക്ട് പോലെയുള്ള ആക്ടുകൾ രാജ്യത്തുണ്ടാവുന്നത്? അത് ചില യുക്തികളുടെ അടിസ്ഥാനത്തിൽ കടന്നു വരികയാണ്. രാജ്യ താല്പര്യം സംരക്ഷിക്കുന്ന ചില ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അതിൻ്റെ ഭാഗമായി കോൺസ്റ്റിറ്റ്യൂഷനെ ഒരല്പം മാറ്റിക്കൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ കടന്നു വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഹെൽത്ത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും യൂണിയന് മിനിസ്ട്രി ഉള്ള രാജ്യമാണ് നമ്മുടേത്. ഭരണഘടനാ ലംഘനങ്ങൾ പരസ്യമായി സാധ്യമായിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. ജുഡീഷ്യറി തൊടുന്നതുവരെ അത്തരം അധികാര ലംഘനങ്ങൾ സാധ്യതയുള്ളൊരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഇത്തരം കേസുകൾ നമ്മുടെ മുമ്പിൽ. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് പോലുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രത്യക്ഷത്തിൽ NIAക്ക് കടന്നു വരാൻ പറ്റാത്ത കേസുകളിൽ പോലും, CBIക്ക് കടന്നു വരാൻ പറ്റാത്ത കേസുകളിൽ പോലും കാരണങ്ങൾ ഉണ്ടാക്കി കടന്നു വരികയും അന്വേഷണം നടത്തുകയും അതിനേക്കാൾ 10 മടങ്ങോ 20 മടങ്ങോ കൂടുതലുള്ള കേസുകളിൽ, ഗൗരവമുള്ള കേസുകൾ അപ്പുറത്ത് ഗുജറാത്തിലും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പെൻഡിങ് നിൽക്കുമ്പോഴും താല്പര്യമുള്ള സ്റ്റേറ്റുകളിലേക്ക് ഒരു അധികാരത്തിൻ്റെ ടൂളായിക്കൊണ്ട് ഇത്തരം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾ കടന്നു വരുന്നു. ഇത് വാസ്തവത്തിൽ ഫെഡറലിസത്തിൻ്റെ ലംഘനമായിട്ട് ഗൗരവമായിട്ട് കാണേണ്ട വിഷയമാണ്. ഗതികേട് എന്ന് പറയട്ടെ, നമ്മുടെ സുപ്രീം കോടതി അത് ചോദിച്ചു തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ചയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ കർക്കശമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ വാണിംഗ് കൊടുക്കുകയുണ്ടായത്. നിങ്ങൾ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് സ്റ്റേറ്റുകളുടെ അധികാര പരിധിയിലേക്ക് കടന്നു വരുന്നത്. കേസ് ഉണ്ടാക്കാൻ വേണ്ടി കേസ് അന്വേഷിക്കുകയും തുമ്പ് കണ്ടുപിടിക്കുകയും അന്വേഷണത്തിന് ശേഷം മാസം പ്രൈമാ ഫേസിയ കേസ്, പ്രഥമ ദൃഷ്ട്യാ കേസ് ഉണ്ടോ എന്ന് പരിശോധന നടത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള അധികാര ദുർവിനിയോഗങ്ങൾ തുടർച്ചയായി യൂണിയൻ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നത് ഈ കഴിഞ്ഞ 300 വർഷക്കാലമായി തുടർന്നു വരുന്ന ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ടായി. വളരെ
കുറച്ച് വിരലിലെണ്ണാവുന്ന ജഡ്ജിമാർക്ക് മാത്രമാണ് ഇത്തരം നിരീക്ഷണങ്ങൾ നടത്താനുള്ള ധൈര്യം പോലും ഉണ്ടാവുന്നത്. ഇത് ഭരണഘടനാ ലംഘനം നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ പോലീസ് സേനയെ പ്രത്യക്ഷമായി ബാധിക്കുന്നില്ലായിരിക്കും, പക്ഷേ ഓരോ പൗരനെയും ഓരോ സ്റ്റേറ്റിനെയും അത് ഗൗരവമായി ബാധിക്കുന്നുണ്ട്. പോലീസ് സേനയുടെ നവീകരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊളോണിയൽ പോലീസ് സംവിധാനത്തിൽ നിന്ന് ഒരു ജനകീയ പോലീസ് സംവിധാനത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് പലപ്പോഴും കോടതികളുടെയോ അല്ലെങ്കിൽ ജനങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില സാഹചര്യങ്ങളുടെയോ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ്. സ്വതന്ത്രമായി സ്റ്റേറ്റുകൾ അത്തരം റിഫോർമേഷൻ കൊണ്ടുവരുന്നത് കാണാറില്ല. ഇപ്പം കേരളത്തിൽ നോക്കിയാൽ 2011 നമ്മുടെ പോലീസ് ആക്ട് വാസ്തവത്തിൽ 2006 പ്രകാശ് സിംഗ് കേസിൻ്റെ ഒരു പരിണിത ഫലമാണ് നമുക്ക് പറയാം. പ്രകാശ് സിംഗ് കേസ് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു DGP സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് പറയാണ്, പോലീസ് സേനയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, സ്വതന്ത്രമായി കേസ് അന്വേഷണം നടത്താൻ കഴിയുന്നില്ല, ഒരാൾക്കും ടെന്യൂർ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല, അപ്പോയിൻമെൻറ്റുകൾ മുഴുവൻ നടത്തുന്നത് രാഷ്ട്രീയപരമായിട്ടാണ്, കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് സുപ്രീം കോടതി ഇത് ഗൗരവമായി പരിഗണിക്കുകയും പ്രകാശ് സിംഗ് കേസിൽ പോലീസിന്റെ നവീകരണം എന്നത് പോലീസ് സേനയുടെ മാത്രം ആവശ്യമല്ല, അത് പൗരന്മാരുടെ ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്ന വളരെ സുപ്രധാനമായ തീരുമാനമെടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് നവീകരണത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു റിപ്പോർട്ട് സർക്കാരിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ പോലീസ് അസോസിയേഷനെ പോലെ തന്നെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കോ ഈ മറ്റ് പാനലിസ്റ്റുകൾക്ക് ആർക്കെങ്കിലുമോ വേണമെങ്കിൽ കോടതിയെ സമീപിച്ചത് നടപ്പാക്കാൻ ആവശ്യപ്പെടാം. കാരണം പോലീസ് സേനയുടെ നവീകരണം എന്ന് പറയുന്നത് കഴിഞ്ഞ നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ പോലെ തന്നെ കേരളത്തിലെ ഓരോ പൗരൻ്റെയും ആവശ്യമാണ്. കാരണം നിങ്ങളുടെ മാനസിക സന്തോഷം, നിങ്ങളുടെ അന്വേഷണത്തിലുള്ള കൃത്യനിഷ്ഠയുള്ള ഇടപെടൽ, നിങ്ങളുടെ കൃത്യമായ വിശ്രമം, നിങ്ങളുടെ കൃത്യമായ പോസ്റ്റിംഗ്, നിങ്ങളുടെ മെറിറ്റോറിയസ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാം തന്നെ പോലീസ് സേനയിൽ നടക്കേണ്ടത് ഓരോ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഓരോ സാധാരണക്കാരൻ്റെയും ആവശ്യമാണ്. പ്രകാശ് സിംഗ് കേസിൻ്റെ വിധിന്യായം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബോർഡ് എന്ന ഒരു ആശയം ഉണ്ടാകുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഇന്നും കേരളത്തിൽ എനിക്ക് തോന്നുന്നു പല സംസ്ഥാനങ്ങളും ഇന്ത്യയിൽ പ്രകാശ് സിംഗ് കേസിലെ ജഡ്ജ്മെൻറ്റ് നടപ്പാക്കിയിട്ടില്ല, സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കിയിട്ടില്ല. അതൊരു ഭരണഘടനയുടെ ഭാഗമായി നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു ഗൈഡ് ലൈൻ ആണെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് നടക്കുന്നത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റിന് മറികടന്നുകൊണ്ട് മെറിറ്റ് പരിഗണിക്കപ്പെടേണ്ടതാണെന്നും അത് പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബോർഡിലൂടെ സാധ്യമാകേണ്ടതാണെന്നും അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന പോലീസുകാർക്ക് തൻ്റെ പോസ്റ്റിങ്ങിനെ സംബന്ധിച്ച് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ളൊരു ഫോറം, ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഫോറം, അത് പരിഗണിക്കുന്ന ഒരു മെറിറ്റ് പരിഗണിക്കുന്ന ഒരു ഫോറം ഓരോ സംസ്ഥാനത്തും ഉണ്ടാവേണ്ടതാണ് എന്നുള്ള തീരുമാനം ഇന്ത്യയിലെ നിയമമായി ആർട്ടിക്കിൾ 141 അനുസരിച്ച് ഇന്ത്യയിലെ നിയമമായി ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് 20 വർഷം കഴിയുകയാണ്. പ്രകാശ് സിംഗിൻ്റെ കേസ് കൊടുക്കുന്നത് 2006 10 വർഷങ്ങൾക്ക് മുമ്പാണ്, 96-ലാണ്. 2006-ലാണ് വിധി വരുന്നത്. നമ്മൾ 2025-ആയി, 26 ആവാറായി. ഏതാണ്ട് 30 വർഷമായിട്ട് ഇതിലെ പല നിർദ്ദേശങ്ങളും ഏട്ടിലെ പശുവായി അവശേഷിക്കുകയാണ്. പോലീസ് സ്റ്റേറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ നമുക്ക് 2011 ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സെക്ഷൻ 24 മുതൽ 27 വരെയുള്ള കേരള പോലീസ് ആക്ടിൽ അതിനെപ്പറ്റി കൃത്യമായി പറയുന്നുണ്ട്. സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ. സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷനാണ് കക്ഷി രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് പോലീസ് സേനയെ നവീകരിക്കുന്നതും മോചിപ്പിക്കുന്നതും പോലീസ് സേനയുടെ സ്വതന്ത്രവും സുതാര്യവുമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതും അതേപോലെ തന്നെ പോലീസ് സേനയ്ക്കുള്ള പ്രശ്നങ്ങൾ, സേനയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഫോറമായി മാറുകയും ചെയ്യേണ്ടത്. അത് വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതാണ്. റിട്ടയർഡ് ജഡ്ജിമാരോ സിറ്റിംഗ് ജഡ്ജിമാരോ ഒക്കെ നടത്തേണ്ട ഒരു കമ്മീഷനാണ് സ്റ്റേറ്റ് പോലീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. കേരളത്തിൽ അത് പേരിന് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു മീറ്റിംഗ് പോലും നടക്കുന്നതായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ടോ നമുക്കറിയില്ല. ഒരു കോടതി വിധി അല്ലെങ്കിൽ ഭരണഘടനയുടെ ഭാഗമായി ആളുകളുടെ മൗലികാവകാശത്തിൻ്റെ ഭാഗമായി റെക്കഗ്നൈസ് ചെയ്ത സ്റ്റേറ്റ് കമ്മീഷൻ പ്രവർത്തിക്കാത്തത്, സെക്യൂരിറ്റി കമ്മീഷൻ പ്രവർത്തിക്കാത്തത് ആരുടെ കുറ്റമാണ്? അതിൻ്റെ ചെയർപേഴ്സണായിട്ട് നമ്മൾ ആഭ്യന്തരമന്ത്രിയെ തന്നെയാണ് കേരളം നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണത് പ്രവർത്തിക്കുക? വാസ്തവത്തിൽ നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന പോലീസ് സേന പ്രതിക്കൂട്ടിലാവുന്ന മിക്ക കേസുകളിലും പിന്നീട് പലപ്പോഴും പോലീസുകാർ അന്വേഷണത്തിന് ശേഷം കുറ്റവിമുക്തരാവുന്നത് ഒറ്റക്കോളം വാർത്തയിൽ ഒതുങ്ങുന്ന കേസുകളിലൊക്കെ തന്നെ പോലീസ് സേനയ്ക്ക് അകത്തുള്ള പ്രശ്നങ്ങളും പോലീസ് സേനയ്ക്ക് എതിരായി വരുന്ന സിറ്റിസൺസിൻ്റെ പ്രശ്നങ്ങളും പ്രോപ്പറായി ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ട ഒരു ഇന്റേണൽ സംവിധാനമാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. അത്തരം കമ്മീഷനുകൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരം വിഴുപ്പലക്കലുകൾ പുറത്ത് നടക്കാതെ അത് അകത്ത് പരിഹരിക്കപ്പെടാൻ കഴിയുന്നത്. അത് പലപ്പോഴും സാധിക്കുന്നില്ല.
ഇതൊരു പ്രധാനപ്പെട്ട ഗൗരവമായിട്ടുള്ള പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ അത് നടപ്പാക്കി കിട്ടേണ്ടത് ഓരോ പൗരൻ്റെയും അവകാശമാണ്. പലപ്പോഴും അത് സാധിക്കാറില്ല. ഈ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രകാശ് സിംഗ് കേസിലെ തന്നെ വിധിന്യായത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കേസ് അന്വേഷണവും ലോ ആൻഡ് ഓർഡറും രണ്ടായി തരംതിരിക്കുക എന്ന് പറയും. അത് കേരളത്തിൽ എത്രത്തോളം നടപ്പായിട്ടുണ്ടെന്ന് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കാണ് അറിയാവുന്നത്. ഞാൻ പോലീസ് സ്റ്റേഷനുകളിൽ പോകുമ്പോൾ കാണുന്ന ഒരു സംഗതി, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോവുകയുണ്ടായി. തൃപ്പൂണിത്തുറ സ്റ്റേഷനിലൊരു നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടി പോവുകയുണ്ടായി. ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി അവർ വിളിച്ചിരുത്തിയ കാര്യം പറഞ്ഞു. ഞാൻ നോക്കുമായിരുന്നു, എൻ്റെ മുമ്പിലിരിക്കുന്ന SI ഏതാണ്ട് 15 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്നതിനിടയിൽ ഏതാണ്ട് 15 ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ശരാശരി 3 മിനിറ്റിൽ ഒരു ഫോൺ കോൾ എന്ന് പറയുന്ന ഒരു SIയെ സംബന്ധിച്ചിടത്തോളം ഒരു റുട്ടീൻ കോളാണ്. ഒരാൾ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ വിളിക്കുന്നു, അല്ലെങ്കിൽ പരാതി റിപ്പോർട്ട് ചെയ്യാൻ വിളിക്കുന്നു. അത് വേണ്ടപ്പെട്ട ആളുകളെ വിളിച്ചു പറയാൻ SI ഈ ഫോൺ ഉപയോഗിക്കുന്നു. അവിടുന്ന് ഫീഡ്ബാക്ക് വരുന്നു. അവിടുന്ന് ഫീഡ്ബാക്ക് വരുന്നതിന് മുമ്പേ പരാതി കൊടുത്തയാൾ വീണ്ടും എന്തായി എന്നറിയാൻ വിളിക്കുന്നു, അല്ലെങ്കിൽ അപ്ഡേറ്റ് പറയാൻ വിളിക്കുന്നു. ഇങ്ങനെ ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് നന്നായി അറിയാം. ടെലഫോൺ മാനേജ്മെൻ്റ് ആണ് മിക്ക പോലീസുകാരുടെയും ഇപ്പോഴത്തെ. ഇത്രയും ഫോൺ കോൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്നത് കോൾ സെൻറ്ററിലല്ലാതെ വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമാണ്. ഞാനിതിനെ ഭരണഘടനാപരമായി നോക്കുമ്പോൾ കേരള പോലീസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങൾ മറ്റൊരു സംസ്ഥാനത്തെ പോലീസിൻ്റെയും പ്രശ്നങ്ങളാവാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം ക്രൈം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ നമ്മൾ ഇന്ത്യയിൽ നമ്പർ 1 ആണ്. ഒട്ടും പൊടിയായിട്ടുള്ള സകല കേസും നമ്മൾ രജിസ്റ്റർ ചെയ്യും. ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഈ ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യുന്ന കേസിലെ അമിക്കസ് ക്യൂറിയാണ്. എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഞാനൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഹൈക്കോടതി അത് നമുക്ക് ഫോർവേഡ് ചെയ്യും. നമ്മൾ ബന്ധപ്പെട്ട സെക്രട്ടറിമാരെ വിളിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും, അത് റിപ്പോർട്ട് ചെയ്യും. പോലീസുകാരെ വിളിച്ചിട്ട് അതിൽ FIR ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കും. ഇല്ലെങ്കിൽ അവരുടെ പേര് വിവരം റിപ്പോർട്ട് ചെയ്യും. റൊട്ടീനായിട്ട് ചെയ്യുന്ന പണിയാണ്. ഒരു SIയെ ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിട്ടും അദ്ദേഹം തിരിച്ച് വിളിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ മെസ്സേജ് അയച്ചു, ഇന്ന പരാതി കിട്ടിയിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ബോർഡ് മറച്ചു വെച്ചുകൊണ്ട്, ട്രാഫിക് ഐലൻഡ് മറച്ചു വെച്ചുകൊണ്ട് ബോർഡ് വന്നിട്ടുണ്ട്, കേസെടുക്കണം. റെസ്പോൺസ് ഇല്ല. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ഒരു റെസ്പോൺസും ഇല്ല. അദ്ദേഹം അത് കണ്ടിട്ടുണ്ട്, തിരിച്ച് വിളിക്കുന്നില്ല, റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോൾ ഞാനൊരു 3 പ്രാവശ്യം ആയപ്പോൾ ഞാൻ കുറച്ചുകൂടെ കടുപ്പിച്ച് അടുത്ത പ്രാവശ്യം തുടർച്ചയായി വിളിച്ചു. 3 പ്രാവശ്യം വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തു. ഞാൻ ഏത് സ്റ്റേഷനിലെ ആളാണെന്ന് പറയുന്നില്ല. അദ്ദേഹം എടുത്തിട്ട് ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു, എനിക്കറിയാം എന്ന് പറഞ്ഞു. ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇത് അടിയന്തരമായിട്ട് റിമൂവ് ചെയ്യണം. ബഹുമാനപ്പെട്ട ജഡ്ജി അതുവഴി പോവുകയാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവും, അത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സാർ ഞാനൊരു പ്രതിയെ പിടിക്കാൻ വേണ്ടി ആസാമിലാണ്, എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായി, ഞാൻ ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് റിമൂവ് ചെയ്താൽ മതിയോ, അതോ ഫ്ലെക്സ് ബോർഡാണോ പ്രധാനം എന്ന് ചോദിച്ചു. അദ്ദേഹം ഏതോ പ്രതിയെ പിടിക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സിനിമയെ കാണുന്ന പോലെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു അറ്റാക്കിലായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. നേരത്തെ ശ്രീ ജോണി ലൂക്കോസ് ഇവിടെ സൂചിപ്പിച്ച പോലെ പ്രയോറിറ്റി തീർച്ചയായിട്ടും ഒരു അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു ബോർഡ് നീക്കം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ കത്തിയും കൊണ്ട് ഓടുന്ന ഗുണ്ടയുടെ പുറകെ ഓടുന്ന ആൾ തന്നെ വേണോ ഈ പണിയും ചെയ്യാൻ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതാരാണ് ഈ പ്രയോറിറ്റി തീരുമാനിക്കുക? ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ കൂടിയിരിക്കുന്ന പോലീസ് സുഹൃത്തുക്കൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളായിരിക്കും കേരളത്തിലെ ഏറ്റവും നല്ല ഈവൻറ്റ് മാനേജർമാരായി ശോഭിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുന്ന സ്കില്ലെന്ന് പറയുന്നത് അപാരമായ സ്കില്ലാണ്. ഒരു വശത്ത് നിയമം നടപ്പാക്കാനുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ പ്രഷർ, മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും സിറ്റിസൺസിൻ്റെയും പ്രഷർ, മറുവശത്ത് ഈ നിയമം നടപ്പാക്കാതെ അതിൻ്റെ ലൂപ്പ് ഹോളിലൂടെ തങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളെ രക്ഷിച്ചെടുക്കാനുള്ള പൊളിറ്റിക്കൽ പ്രഷർ. അത് ഏത് പാർട്ടി ഭരിച്ചാലും അതുണ്ട്. നിങ്ങൾ നിഷേധിച്ചാലും ഞാൻ നിഷേധിക്കില്ല, അതുണ്ട്, നമുക്കറിയാം. പ്രഷർ, ഈ 2 സൈഡിൽ നിന്നുള്ള പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് കീരിയെയും പാമ്പിനെയും ഒരു കൂട്ടിലിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വളർത്താനുള്ള ഈ സ്കില്ല് നിങ്ങൾ നേടുന്നത് ഏറ്റവും നല്ല ഒരു മാനേജ്മെൻറ്റ്. പക്ഷേ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമായി അവശേഷിക്കുന്നത് ഞങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ട്. കാരണം ഞങ്ങൾക്കിതിന് ആവശ്യമായ റിസൾട്ട് കിട്ടുന്നില്ല. ഒരു പരാതിയുമായി സ്റ്റേഷനിൽ പോകുമ്പോൾ ഒരു ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടൊരു കേസിൽ പരാതി കൊടുക്കുമ്പോൾ ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചതാണ് കേസ്. ബ്ലഡ് സ്റ്റെയിൻ എടുക്കണമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ വന്നെടുക്കണം. ആ SIക്ക് ബ്ലഡ് സ്റ്റെയിൻ എടുക്കാൻ സമയമില്ല. കാരണം മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അന്ന് ജില്ല സന്ദർശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വേറെ 2 സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിമാർ അമ്പലം സന്ദർശിക്കാൻ വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ സ്റ്റേഷനിൽ നിന്ന് 2 പേരെ ബ്ലഡ് സ്റ്റെയിൻ എടുക്കാൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ബ്ലഡ് സ്റ്റെയിൻ എടുത്താൽ തന്നെ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എത്ര സ്ഥലങ്ങളിലുണ്ട്? സുപ്രീം കോടതി മഹാരാഷ്ട്ര കേസിൽ ഈ അടുത്ത് നിരീക്ഷിക്കുകയുണ്ടായി. 15ാമത്തെ ദിവസമാണ് ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയത്. പിന്നെ എങ്ങനെ ക്രൈം തെളിയും? അപ്പം ഞാൻ എൻ്റെ സമയം കഴിയാറായി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇത് ചർച്ച ചെയ്യാനും ഇത് പരിഹരിക്കാനും സിറ്റിസൺസിനും പോലീസിനും ഒരുപോലെ ആവശ്യമാണ്. ഇവിടെ വിക്ടിമാകാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കാരണം ഭരണഘടന ആളുകൾക്ക് നൽകുന്ന ചില മൗലികാവകാശങ്ങളുണ്ട്.
അത് ആർട്ടിക്കിൾ 20, 21 തുടങ്ങിയ മൗലികാവകാശമുണ്ട്. സെൽഫ് ഇൻക്രിമിനേഷനെതിരായിട്ടുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ, അറസ്റ്റിനെതിരായിട്ടുള്ള പ്രിവെൻറ്റീവ് ഡിറ്റൻഷനെതിരായിട്ടുള്ള അവകാശമുണ്ട്, സാധാരണഗതിയിലുള്ള അറസ്റ്റിനെതിരായിട്ടുള്ള അവകാശങ്ങളുണ്ട്. DK ബസുവിൻ്റെ കേസിലെ സുപ്രീം കോടതി ഗൈഡ് ലൈൻ ഉണ്ട്. പൗരന്മാർ ഇതിലെല്ലാം ഇപ്പോൾ അറിവുള്ളവരാണ്. അഭിഭാഷകരും അല്ലാത്തവരും ഫ്രീ ലീഗൽ എയ്ഡും ഒക്കെ കിട്ടി വളരെ നല്ല അറിവുള്ള ആളുകളാണ് പൗരന്മാർ. മാത്രമല്ല, പൗരന്മാർ ഇത് സോഷ്യൽ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേസെടുക്കാൻ ഇവിടെ ജാഗരൂകരായിട്ട് ജുഡീഷ്യറി ഉണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. ഒറ്റപ്പെട്ട കേസുകളിൽ പെടുന്ന പോലീസുകാർ അവർ പണി വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിയമം നടപ്പാക്കപ്പെടുമ്പോൾ അത് നടപ്പാക്കാൻ ഉത്തരവാദിത്തമുള്ള സേനയ്ക്ക് അതിന് പ്രയോറിറ്റി നിശ്ചയിച്ച് കിട്ടുകയും അതിൽ ഏതാദ്യം ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു സേഫ്റ്റി പ്രൊട്ടക്ഷൻ ഉണ്ട്. ഞങ്ങൾ ഇന്ന ഗൈഡ് ലൈൻ ഫോളോ ചെയ്തു സാർ, ഇന്ന വിഷയം ഉണ്ടായിരുന്നു, ഞങ്ങൾ അത് ചെയ്തതിന് ശേഷം ഇത് എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഇത് ചെയ്യാതിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് പറയാൻ പോലീസ് സേനയിലെ സാധാരണ ഓഫീസർമാർക്ക് കഴിയാവുന്ന നിലയിലേക്ക് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരണം. അതിന് സുതാര്യമായ ഭരണക്രമം ആവശ്യമാണ്. ഓരോ കേസിലെയും കേരള ഹൈക്കോടതിയുടെ വിധിയെ തുടർന്നുണ്ടാകുന്ന സർക്കുലറുകൾ പലപ്പോഴും നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള സർക്കുലറുകളാണ്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഏതൊക്കെ കേസിലാണ് നടത്തേണ്ടത് എന്നറിയാത്തൊരു ജഡ്ജി ഈ അടുത്ത കാലത്ത് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ അധ്യാപകർക്കെതിരെ വേണ്ട എന്നൊരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. എനിക്കറിയില്ല നിയമപരമായിട്ട് അതിന് എങ്ങനെയാണ് സാങ്ഷൻ. പക്ഷേ DGP അപ്പീൽ കൊടുക്കുന്നതിന് മുമ്പേ വളരെ പെട്ടെന്ന് തന്നെ സർക്കുലർ ഇറക്കി എല്ലാ പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു കഴിഞ്ഞു. എനിക്കൊരു കേസ് കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും അതനുസരിക്കുന്ന പോലീസുകാരനെയും ആ DGPയും അടുത്ത കേസിൽ പ്രതിയാക്കും. കാരണം അത് നിയമത്തിനെതിരായിട്ടാണ്. അപ്പം നമ്മൾ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഭരണഘടനയും അതിൻ്റെ സംവിധാനങ്ങളും കെട്ടിപ്പൊക്കിയതിന് ശേഷം, നിയമ സംവിധാനങ്ങൾ കെട്ടിപ്പൊക്കിയതിന് ശേഷം ചില സർക്കുലറുകൾ അതിൻ്റെ മുകളിൽ അതിന് കോൺട്രഡിക്ടറി ആയിട്ട് വരികയും അതിൻ്റെ ട്രെൻഡിനനുസരിച്ച് പോലീസുകാർ പോവുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ചില ഒറ്റപ്പെട്ട കേസുകളിൽ പോലീസുകാർക്ക് തിരിച്ചടി വരാൻ സാധ്യതയുണ്ട്. പബ്ലിക് ഓർഡർ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് എൻ്റെ സമയം കഴിയാറായി. ഫെഡറലിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പോലീസിംഗ് എന്നത് പൂർണ്ണമായി സ്റ്റേറ്റിന് വിട്ടുകൊടുക്കുമ്പോഴും IT ആക്ട് പോലെയുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മുഴുവൻ നിയമനിർമ്മാണത്തിൻ്റെയും അധികാരം കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. IT ആക്ടിലെ സൈബർ ക്രൈം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം. എനി ക്രൈം ഇൻ വിച്ച് എ കമ്പ്യൂട്ടർ ഈസ് ഇൻവോൾവ് ഈസ് എ സൈബർ ക്രൈം. ഇന്ന് പോക്കറ്റടി മുതൽ മോഷണം മുതൽ കൊലപാതകം വരെയുള്ള ഏത് ക്രൈം എടുത്താലും അതിലൊരു മൊബൈൽ ഫോൺ ഒരു ലിങ്കാണ്. മൊബൈൽ ഫോൺ ആ ആക്ട് പ്രകാരം ഒരു കമ്പ്യൂട്ടറാണ്, അല്ലെ ഒരു ഡിവൈസാണ്. തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന 100-ൽ 90 കേസും സൈബർ കേസുകളാണ്. സൈബർ കേസായിട്ടല്ലായിരിക്കാം അത് പരിശോധിക്കപ്പെടുന്നത്. ക്രൈമുകളുടെ എമർജിങ് ചരിത്രം എടുത്താൽ ഇപ്പോൾ വരുന്ന കൂടുതൽ ക്രൈമും, എസ്പെഷ്യലി കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ക്രൈമും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഡിവൈസുകളോ ഉപയോഗിച്ച് നടന്ന ക്രൈമാണ്. ഇത് തടയാൻ പ്രിവെൻഷൻ ഓഫ് ക്രൈമാണ് പോലീസിന്റെ ആദ്യത്തെ ഉത്തരവാദിത്തം. പല ക്രൈമും നടന്ന ശേഷം ആളുകൾ പറയാറുണ്ട് ഇരയ്ക്ക് നീതി കിട്ടണം എന്ന് പറയാറുണ്ട്. ഇരയ്ക്ക് നീതി കിട്ടേണ്ടത് എപ്പോഴാണ്? ഇത് പ്രിവെന്റ് ചെയ്തുകൊണ്ടാണ് ആദ്യം നീതി കിട്ടേണ്ടത്. പ്രിവെൻഷൻ ഓഫ് ക്രൈം ഒരു പ്രധാനപ്പെട്ട പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഡോക്ടർ അംബേദ്കർ അതിനെ ഉത്തരവാദിത്തം എന്ന് തന്നെയാണ് പറയുന്നത്, അധികാരം എന്നല്ല. അതുകൊണ്ട് തന്നെ പോലീസിന്റെ പ്രിവെൻഷൻ ഓഫ് ക്രൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഹെയ്റ്റ് സ്പീച്ച്, അതുപോലെ തന്നെ വയലൻസ് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആളുകളുടെ ഹ്യൂ ആൻഡ് ക്രൈ, ഡൽഹി റൈറ്റ് കേസിന്റെ അന്വേഷണത്തെ തുടർന്നുള്ള കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രധാനമായി പറയുന്നത് മാസങ്ങളായി നടക്കുന്ന ഹെയ്റ്റ് സ്പീച്ചിന്റെയും ഇത്തരത്തിലുള്ള ഈ പരസ്പരം വിദ്വേഷം ജനിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രചരണങ്ങളാണ് ആ ക്രൈമിലേക്ക് നയിച്ചതെന്നാണ്. പോലീസിന് ഇതിൻ്റെ പുറത്ത് യാതൊരു കൺട്രോളും ഇല്ല. എത്ര ഇതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുക? സാധ്യമല്ല. അവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അധികാരമാണ് IT ആക്ടിനകത്തുള്ളത്. സ്റ്റേറ്റിനകത്ത് ഒരധികാരവും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പോലീസിംഗ് എന്ന് പറയുന്നത് IT ആക്ടിലെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രൊവിഷൻസിൻ്റെ ആബ്സെൻസിൽ സ്റ്റേറ്റിന് കേരളത്തിൽ ഇനി പോലീസിംഗ് നിർവഹിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലേക്കാണ് നമ്മുടെ പുതിയ കാല പോലീസിംഗ് പോകുന്നത്. അത് തീർച്ചയായിട്ടും നിയമസഭ പരിശോധിക്കേണ്ട ഒന്നാണ്. വരും കാല നിയമസഭാ സമ്മേളനത്തിൽ ഇത് ഗൗരവമായിട്ടുള്ള ഒരു ചർച്ചയായി എടുക്കണം. അതുപോലെ IT ആക്ടിലെ ചില പ്രൊവിഷൻസിന് എതിരായിട്ടോ അല്ലെങ്കിൽ അതിനെ ഓവർറൈഡ് ചെയ്യുന്ന തരത്തിലോ സ്റ്റേറ്റിന് പവർ കിട്ടുന്ന ചില പ്രൊവിഷൻസ് കേരള പോലീസ് ആക്ടിൽ കൊണ്ടുവരേണ്ടതാണ് എന്ന അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നു. 2, കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പല കുറ്റകൃത്യങ്ങളും, ന്യൂയിസൻസുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരസ്പരം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി വിടുന്ന പരിപാടിയുണ്ട്. കാരണം ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് നമ്മുടെ ആക്ടിനകത്തില്ല. സെക്ഷൻ 118 ഓഫ് കേരള പോലീസ് ആക്ടും സെക്ഷൻ 120 ഓഫ് കേരള പോലീസ് ആക്ടും നിങ്ങൾ നോക്കിയാൽ 2011 മാത്രം നിയമസഭയ്ക്ക് ആലോചിക്കാൻ കഴിയുന്ന ചില ക്രൈംസ് മാത്രമാണ് അതിനകത്ത്
ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ട്രെയിനിലോ ബസ്സിലോ പോകുമ്പോൾ തൊട്ടപ്പുറത്തിരുന്ന് വലിയ ഒച്ചയിൽ മൊബൈൽ ഫോണിൽ പാട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്ന ചില ആളുകൾ സോഷ്യൽ ന്യൂസൻസ് ആണ്. കേരള പോലീസ് ആക്ട് ഭേദഗതി ചെയ്യേണ്ടതല്ലേ? അതിനകത്ത് കവർ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് അല്ലേ? ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അത്തരത്തിൽ എത്ര ഉദാഹരണം വേണമെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. പബ്ലിക് ന്യൂസൻസിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസ് സെക്ഷൻ 120-ലോ 180-ലോ കവർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സംഗതികൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് കേരള പോലീസ് അഡ്രസ്സ് ചെയ്യുക? ഇത് എപ്പോഴും പരിഹരിച്ചു വിടാൻ പറ്റുന്ന പ്രശ്നമാണോ? അല്ല. അതുപോലെ ഡൊമസ്റ്റിക് വയലൻസ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോടതികളിൽ വരുന്ന ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കം, മക്കളുമായി തമ്മിലുള്ള തർക്കം. ഒരു ഡിവോഴ്സ് കേസ് വന്നാൽ 12 കേസായി മാറും എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. പോക്സോ ഉൾപ്പെടെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള പോലെ ഒരു 490 നിങ്ങൾക്കറിയാം. അപ്പം അത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ എങ്ങനെയാണ് കേരള പോലീസിനെ നമ്മൾ നവീകരിക്കേണ്ടത്? ഇതെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ഒരു പറ്റുമെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നിയമസഭാ ചർച്ച തന്നെ കേരളത്തിൽ ആവശ്യമാണ്. ഇത് എല്ലാം കൂടി സമഗ്രമായി പരിഹരിച്ചാൽ മാത്രമേ ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പോലീസിങ്ങിൻ്റെ പുറത്തുള്ള കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അവസാനമായി പറയാനുള്ളത്, പബ്ലിക് ഓർഡറുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. പബ്ലിക് ഓർഡർ എന്ന വാക്ക് വളരെ 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 വാസ്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കേരളത്തിൻ്റെ സ്റ്റേറ്റ് എന്നുള്ള അധികാരം ഉപയോഗിച്ച് പബ്ലിക് ഓർഡറിനെ നമുക്ക് പലതരത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പുതിയ ഫെഡറലിസ്റ്റിക് ആലോചന. ഫെഡറലിസത്തിൻ്റെ മുകളിൽ കടന്നു കയറുകയും യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എല്ലാ തരത്തിലുള്ള അധികാരങ്ങൾ കടന്നു കയറുകയും ഗവർണർമാർ വഴി എതിർ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ആകെ കെടുതിയിലാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാറ്റേൺ കണ്ടുവരുമ്പോഴാണ് നമ്മൾ ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന പുതിയ വാക്ക്, അത് ഒരു മുട്ടായി കടലാസ് പോലെ മധുരത്തിൽ പൊതിഞ്ഞു വരുന്ന ഒരു വിഷമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജൂറിസ്പ്രുഡൻസ് പഠിക്കുന്ന ഒരാളാണ്, നിയമം പഠനം കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അഭിപ്രായത്തിൽ കോപ്പറേറ്റീവ് ഫെഡറലിസത്തെ ഉപമിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഉപമ ഞാൻ കേട്ടിട്ടുള്ളത്, മുമ്പ് ചിന്തകനായിട്ടുള്ള ശ്രീ MN വിജയൻ പറഞ്ഞതുപോലെ, തീപ്പട്ടിക്കമ്പും പഞ്ഞിയും തമ്മിൽ നടത്തുന്ന പ്രണയമാണ് വാസ്തവത്തിൽ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്. അധികാരം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാൻ ആർട്ടിക്കിൾ 246-ൽ സാധ്യതയുള്ള സ്റ്റേറ്റുകളും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിൽ അധികാരം കൊടുക്കൽ വാങ്ങലിന് വേണ്ടി കൂടുതൽ സമന്വയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നഷ്ടപ്പെടുന്ന അധികാരം സ്റ്റേറ്റുകളുടെ ആയിരിക്കും, കവർന്നെടുക്കപ്പെടുന്ന അധികാരം യൂണിയൻ്റെ ആയിരിക്കും. യൂണിയൻ എപ്പോഴും പ്രയോറിറ്റീസ് വേറെയാണ്. യൂണിയൻ്റെ അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്, ഇന്ത്യയുടെ സ്ട്രക്ചർ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റേറ്റുകളുടെ കയ്യിൽ ഇത് നിലനിന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലീസിങ് നടപ്പാക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും അത്തരം ശ്രമങ്ങൾ, ഇപ്പോൾ പോപ്പുലേഷൻ റേഷ്യോ കേരള പോലീസ് വളരെ വളരെ താഴെയാണ്. പോപ്പുലേഷൻ റേഷ്യോ അനുസരിച്ച് നമ്മുടെ റാങ്കിങ്, നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് 177ആണ്. ഗുജറാത്തും ബീഹാറും വെസ്റ്റ് ബംഗാളും മാത്രമാണ് ഒരു പോലീസിന് എത്ര ജനങ്ങൾ എന്ന അർത്ഥത്തിലുള്ള പോലീസ് പോപ്പുലേഷൻ റേഷ്യോ വെച്ച് നോക്കിയാൽ നമ്മളെക്കാളും താഴെയുള്ള സംസ്ഥാനങ്ങൾ. ബാക്കിയല്ല, നാഗാലാൻഡ് 1237ആണ്, 10 ഇരട്ടിയിലധികമാണ്. അങ്ങനെ ഒരുപാട് സ്റ്റേറ്റുകൾ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. നമുക്ക് തീർച്ചയായിട്ടും പോലീസ് സേനയുടെ അംഗബലം വർദ്ധിപ്പിച്ചേ മതിയാവും. നമുക്ക് തീർച്ചയായിട്ടും പോലീസ് സേനയെ സ്ട്രക്ചേർഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവുള്ളൂ. A മുതൽ Z വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പോലീസ് നടപ്പാക്കണമെന്ന് പറയുകയും റീലിടണം പോലീസ്, വേണ്ടി വന്നാൽ ഓരോ ദിവസവും ഓരോ സാധാരണക്കാരെ വഴി നടക്കാൻ പ്രേരിപ്പിക്കുന്ന വീഡിയോ ഉൾപ്പെടെ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ റീലാക്കിയിട്ടുകൊണ്ട് നന്മയുള്ള ലോകമേ എന്ന പാട്ട് വെച്ചുകൊണ്ട് കേരള പോലീസ് സേനയുടെ മുഖം മിനുക്കണം എന്ന് പറയുന്ന തരം പോലീസിംഗ് ആണോ വേണ്ടത്? ഞാൻ അത്തരം അഭിപ്രായത്തോട് യോജിക്കുന്ന ആളല്ല. ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന മതിപ്പിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് സേനയോടുള്ള മതിപ്പ് വർദ്ധിക്കേണ്ടത്. കണ്ടു ബോധ്യപ്പെടേണ്ട ഒന്നാണ്, പ്രവൃത്തിയിൽ നിന്ന് ബോധ്യപ്പെടേണ്ട ഒന്നാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു പരിധിവരെ സാധ്യമാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന പോലീസ് സേനയാണ് കേരളത്തിലേത്. തീർച്ചയായിട്ടും ആ അഭിമാനം നിലനിർത്തിക്കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട്, അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിഭാഷകർ നിയമം കയ്യിലെടുക്കുന്നതും പോലീസ് നിയമം കയ്യിലെടുക്കുന്നതും ഒരുപോലെ തെറ്റാണ്. അത് ഒഴിവാക്കേണ്ടതാണ്. അത് രണ്ടുപേരും അത് കയ്യിലെടുത്താൽ അത് തോൽപ്പിക്കുന്നത് നിയമവ്യവസ്ഥയാണ് എന്ന് നമുക്ക് സ്വയം ബോധ്യം ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.